My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 285 എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ആംബ്ര ഗ്രീസിയ. ഇത് പ്രധാനമായിട്ടും ഒരു അകാല വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്ന, അതിന് പ്രതിവിധിയാകുന്ന ഒരു ഔഷധമാണ്. ശാരീരികമല്ല, മാനസികമായ തലത്തിൽ, ബൗദ്ധികമായ തലത്തിലൊക്കെ ഒരു അകാല വാർദ്ധക്യം, 50 വയസ്സിൽ 80 വയസ്സിൻ്റെ മനോനില, മാനസിക വ്യാപാരങ്ങൾ കാണിക്കുന്നൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ളൊരു വിശദീകരണം കെന്നിതിൽ തരുന്നുണ്ട്. അതുപോലെ നാട്രമ്യൂറുമായിട്ട് ഈ കാര്യത്തിലുള്ള ഒരു താരതമ്യം, രണ്ടും തമ്മിലുള്ള വളരെ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങൾ കെന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഔഷധം കണ്ടെത്തി കൊടുക്കാൻ സഹായിക്കുന്ന വിവരങ്ങളാണ്. നമുക്കിത് ശ്രദ്ധിക്കാം. ഓൺ ലുക്കിംഗ് ഓവർ ദിസ് റെമഡി ആസ് എ whole, it will appear to you that you have been studying the characteristics of one prematurely old. അകാല വാർദ്ധക്യം ബാധിച്ച ഒരു വ്യക്തിയെ പഠിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നും ആംബ്ര ഗ്രീസിയയുടെ ലക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. You will often see symptoms coming on in one at 50 years of age that should appear at 80. 80 വയസ്സിൽ പ്രകടമാകേണ്ടുന്ന അവസ്ഥ 50 വയസ്സിൽ പ്രകടമാകുന്നു. അതാണ് ആംബ്ര ഗ്രീസിയ സൂചിപ്പിക്കുന്നത്. And after studying this remedy, you will see that the same aspect is presented, a premature old age. We recognize trembling and a peculiar kind of feebleness that cannot be described by any expression but senility. അതായത് ഒരു തളർച്ച, അല്ലെങ്കിൽ വിറയൽ. തളർച്ചയും വിറയലും പല സാഹചര്യങ്ങളിലും പല കാരണങ്ങളിലും ആകാം. പക്ഷേ മറ്റ് തരം വിശദീകരണങ്ങളൊന്നും ചേരില്ല വാർദ്ധക്യ സഹജം എന്നുള്ള വിശേഷണം ഒഴികെ. മറ്റു തരത്തിലും പറയാൻ പറ്റില്ല. അത് വാർദ്ധക്യ സഹജമായ ഒരു തളർച്ചയാണ്, വൃദ്ധകൾ കാണിക്കുന്ന ഒരു വിറയലാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരവസ്ഥ. ഇറ്റ് ഈസ് നോട്ട് ദ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ബിലോങ് ടു സിക്നസ്. അതൊരു രോഗാവസ്ഥ കൊണ്ടുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു ആശയക്കുഴപ്പമല്ല. ബട്ട് ദ പെക്യുലർ സ്റ്റേറ്റ് വി റെക്കഗ്നൈസ് ഇൻ ഓൾഡ് പീപ്പിൾ. വൃദ്ധരിൽ നമ്മൾ കാണുന്ന സവിശേഷമായ ഒരു ആശയക്കുഴപ്പം. ഇൻ ഡിക്ലൈനിങ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു അന്ത്യഘട്ടത്തിലേക്ക്, ജീവിതത്തിൻ്റെ അസ്തമയ സമയത്തേക്ക്, ട്രംബ്ലിങ് ആൻഡ് ടോട്ടറിങ് ആൻഡ് എ ഡ്രീമി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിത്ത് ഫോർഗറ്റ്ഫുൾനെസ്. ഇങ്ങനെ വിറയൽ, നടക്കുമ്പോൾ ആടിപ്പോകൽ, മറവി, ഡ്രീമി സ്റ്റേറ്റ്, സ്വപ്നത്തിൽ ജീവിക്കുന്ന, ഒരു സ്വപ്നലോകത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ, അതിനോട് ചേർന്ന് മറവിയും. ഹി ഗോസ് ഓൺ ഫ്രം വൺ സബ്ജക്ട് ടു അനദർ, asking a question and without waiting for it to be answered, asking another. അപ്പോൾ വൃദ്ധർ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൃദ്ധരുമായിട്ട് ഇടപഴകിയിരുന്നെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ പഴയ ജീവിതത്തെ വെച്ചുകൊണ്ടും മറ്റുമൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പരസ്പര ബന്ധം ഉണ്ടാവില്ല. ഒന്നിരുന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കാത്തിരിക്കാതെ അടുത്ത ചോദ്യം ഉന്നയിക്കും. അതൊരു ഡോക്ടറെ അടുത്ത് പോയാലും ചെയ്യും. വൃദ്ധരിൽ സാധാരണ കാണുന്നത് കുറെ കൂടി പ്രായം കുറഞ്ഞവരിൽ കാണുന്നൊരവസ്ഥയാണ് ആംബ്ര ഗ്രീസിയയിലുള്ളത്. ആൻഡ് സോ ഹി ജംപ് ഫ്രം വൺസ് ടോപ്പിക് ടു അനദർ. ചോദ്യങ്ങൾ ഒന്നിരുന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു, വിഷയങ്ങൾ ഒരു വിഷയത്തിൽ മറ്റൊന്നിലേക്ക് പോകുന്നു. നേരത്തെ മറ്റൊരു ഔഷധത്തിൽ ഈ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു പ്രിമച്വർ ഓൾഡ് ഏജിൻ്റെ അവസ്ഥയല്ല. പ്രിമച്വർ ഓൾഡ് ഏജ് അല്ല, സംസാരം ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ഒന്നിരുന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പ്രസംഗം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ചികിത്സയ്ക്ക് വിധേയമാക്കി സുഖപ്പെടുത്താൻ ഞാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മറ്റൊരു തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വൃദ്ധർ ചെയ്യുന്ന പോലെ. ഇറ്റ് ക്യാൻ ഹാർഡ്ലി ബി സെറ്റ് ടു ബി കൺഫ്യൂഷൻ. അതൊരു ആശയക്കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡ്രീമി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒരു സ്വപ്നത്തിൽ ജീവിക്കുന്നു. എ സ്റ്റേറ്റ് ഓഫ് സെനിലിറ്റി. വാർദ്ധക്യത്തിൽ ഒരാൾ സ്വപ്ന ലോകത്തായിരിക്കുന്ന ഒരു പാതിമയക്കത്തിൽ, അവർക്ക് രാവും പകലും തിരിച്ചറിയാൻ പറ്റില്ല. ഉറക്കവും ഉണർവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സൂര്യാസ്തമയവും സൂര്യോദയവുമായിട്ടും ഈ ഉറക്കത്തിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ
ഒരു ഡ്രീമി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, സ്വപ്നതുല്യമായൊരു അവസ്ഥയിലായിരിക്കും മനസ്സ്, ലോകത്തിലായിരിക്കില്ല. ഇത് വളരെ ശരിയായിട്ട് മനസ്സിലാക്കാൻ, വൃദ്ധരമായിട്ട് ഇടപെടാത്തവർക്കും മനസ്സിലാക്കാൻ സാഹിത്യത്തിൽ നിന്ന് 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മഹത്തായ സാഹിത്യകൃതികളാണ്. വൃദ്ധര് പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന 2 കൃതികൾ. ഒന്ന് ഇംഗ്ലീഷ് നോവൽ സമ്മാനം കിട്ടിയ കൃതിയാണ്, നിങ്ങളെല്ലാവരും കേട്ട് കാണും, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. കിഴവനും കടലും എന്ന പേരിൽ മലയാളത്തിൽ വന്നിട്ടുണ്ട്. MD വാസുദേവൻ നായർ വിവർത്തനം ചെയ്തിട്ടുണ്ടത്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഇംഗ്ലീഷ് ക്ലാസിക്കാണത്. അതിൽ വൃദ്ധനാണ് കഥാപാത്രം, സാന്റിയാഗോ. പക്ഷേ വൃദ്ധൻ അവിടെ ഫീബിൾ മൈൻഡല്ല, നമ്മൾ ആംബ്രാഗ്രീസിയിൽ കണ്ട അവസ്ഥയല്ല, ഡ്രീമി സ്റ്റേറ്റാണ്. പക്ഷേ അയാൾ സ്വപ്നം കാണുന്നത് കരുത്തരായ സിംഹങ്ങളെ സ്വപ്നം കാണുന്നു. സിംഹങ്ങളെ സ്വപ്നം കാണുന്ന ഒരു ചെറുപ്പക്കാരനെ പോലെ സിംഹങ്ങളെ സ്വപ്നം കാണുകയും ഒരു കുട്ടിയെ സഹായിയായിട്ട് ജോലിക്ക് കൂട്ടുകയും കടലിൽ പോയി വമ്പൻ മത്സ്യങ്ങളുമായിട്ട് പോരടിക്കുകയും ചെയ്യുന്ന ഒരു വൃദ്ധൻ. ഡ്രീമി സ്റ്റേറ്റ് അവിടെ ഉണ്ട്. പക്ഷേ അല്ല, ഇനി മറ്റൊന്ന് മലയാള സാഹിത്യത്തിൽ അരനാഴിക നേരം പാറപ്പുറത്ത് എഴുതിയ അരനാഴിക നേരം എന്ന നോവൽ. അതിലൊരു വൃദ്ധനാണ് കുഞ്ഞനാച്ചൻ. സിനിമയായിട്ടുണ്ട്, 2 ഇംഗ്ലീഷും മലയാളവും 2 സിനിമയായിട്ടുണ്ട്. നമ്മൾ സിനിമ കണ്ടാലും മനസ്സിലാവും. വൃദ്ധൻ പലപ്പോഴും ഒരു ഡ്രീമി സ്റ്റേറ്റിലാണ്. അയാളുടെ യൗവനത്തിൽ അയാളുടെ ചെയ്തികൾ സ്വപ്നമായിട്ട് വരുന്നു, മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വപ്നമായിട്ട് വരുന്നു, പേരക്കുട്ടിയുടെ ഭാവി ജീവിതം അയാൾ സ്വപ്നം കാണുന്നു. അങ്ങനെ എപ്പോഴും സ്വപ്ന ലോകത്തായിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ അതൊരു വാർദ്ധക്യത്തിൻ്റെ ഒരു അവസ്ഥയാണത്. സെനിലിറ്റി, സ്റ്റേറ്റ് ഓഫ് സെനിലിറ്റി എന്ന് പറയുന്നത് വാർദ്ധക്യാവസ്ഥ. ദിസ് റെമഡി, ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ദിസ് റെമഡി ഈസ് യൂസ്ഫുൾ വെൻ സച്ച് എ സ്റ്റേറ്റ് ഈസ് ഫൗണ്ട് ഇൻ യങ് പേഴ്സൺസ്. ഈ വൃദ്ധരിൽ കാണുന്ന ഈ ഒരവസ്ഥ ചെറുപ്പക്കാരിൽ, യുവതികളിൽ, യുവാക്കളിൽ, മധ്യവയസ്കരിൽ കാണുമ്പോഴാണ് ആംബ്രാഗ്രീസിയെക്കുറിച്ചും അതുപോലെ ഔഷധങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്. വെൻ ദ മൈൻഡ് ഈസ് നോട്ട് ഇൻസെയിൻ, ഭ്രാന്തമായി മനസ്സിലാക്കുക, ആൻഡ് യെറ്റ് ഇറ്റ് ഈസ് വീക്ക്, ദുർബലമാണ്, പക്ഷേ ഒരു ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 2 വാക്കുകൾ, ഇപ്പോൾ ഭ്രാന്ത് എന്നുള്ള വാക്ക് നമ്മൾ വ്യവഹാര ഭാഷയിൽ ഉപയോഗിക്കാൻ പാടില്ല. പത്ര റിപ്പോർട്ടുകളിലോ മാധ്യമങ്ങളിലോ ആ വാക്ക് പാടില്ല. പകരം മാനസിക ദൗർബല്യം, മനസ്സ് ദുർബലമാണ്. ദുർബലമായ മനസ്സിൻ്റെ ദൗർബല്യാവസ്ഥ ഒരു പരിധി കഴിയുമ്പോഴാണ് ആ ഒരു ഭ്രാന്തിൻ്റെതായിട്ടുള്ള മനോവിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് പോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇൻസൈൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത് വീക്കാണ്. എസ്പെഷ്യലി ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദോസ് പേഴ്സൺസ് ഹു മാനിഫെസ്റ്റ് എ മോമെൻ്ററി ഫ്ലീറ്റിംഗ് ഇൻക്വിസിറ്റീവ്നെസ്. ഇൻക്വിസിറ്റീവ്നെസ് നിങ്ങൾക്കറിയാം, ജിജ്ഞാസ, ഒരു കാര്യം അറിയാനുള്ള, ഒരു പുതിയ വിഷയം അറിയാനുള്ള ജിജ്ഞാസ. പക്ഷെ ഇവിടെ ഫ്ലീറ്റിംഗ് ആണ്, ഓടിക്കൊണ്ടിരിക്കുകയും. ഒരു കാര്യത്തിൽ ജിജ്ഞാസ, അത് കഴിയുമ്പോൾ വേഗം അത് മാറി അടുത്ത കാര്യത്തിൽ ജിജ്ഞാസ. ഫ്ലീറ്റിംഗ് ആണ്. അത് കെൻഡ് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇറ്റാലിക്സിലാണ്. ജമ്പിങ് ഫ്രം വൺ സബ്ജക്ട് ടു അനദർ, ഒരു വിഷയത്തിൽ മറ്റൊരു വിഷയത്തിലേക്ക് ചാടൽ. അത് ചെറുപ്പക്കാരിൽ കാണാം, ഞാൻ കണ്ടിട്ടുണ്ട്. താല്പര്യങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല. ചഞ്ചല മനസ്സ്, കുരങ്ങ് ചാടിപ്പോകുന്ന പോലെ ചാടിക്കൊണ്ടിരിക്കുന്നു. അത് മാനസികമായൊരു ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും പദ്ധതികളെയും ഏകാഗ്രമാക്കി വെക്കാൻ സാധിക്കാത്തത് ഒരു മാനസിക ദൗർബല്യമാണ്. ഓഫൺ എ പേഷ്യൻ്റ് ആസ്ക് മീ വൺ ക്വസ്റ്റ്യൻ ആഫ്റ്റർ അനദർ, നെവർ വെയിറ്റിംഗ് ടു ഹാവ് ദ ഫസ്റ്റ് വൺ ആൻസേർഡ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഒരു രോഗി വരുമ്പോൾ, ഒരു ആംബ്രാഗ്രീസിയ രോഗി വരുമ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പ്രതീക്ഷിക്കാതെ, അല്ല മറുപടി കിട്ടാൻ കാത്തിരിക്കാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എ ഫ്ലൈറ്റി ടാക്കർ who does not seem to realize that I have not answered his questions. That patient, I say to myself, needs ambragresia. അപ്പോൾ ഇങ്ങനെ മറുപടി കിട്ടിയില്ല എന്നുള്ള സാഹചര്യം, ചോദ്യം ചോദിക്കുന്ന മറുപടി കിട്ടാനാണല്ലോ, മറുപടി കിട്ടിയില്ല എന്ന ആ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ, അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. അപ്പോൾ ആ രോഗിയുടെ മാനസികാവസ്ഥയാണ് എന്നോട് വിശദീകരിക്കുന്നത്. മറുപടി കിട്ടിയില്ല എന്നുള്ള വസ്തുതയെ തിരിച്ചറിയാതെ അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഡോക്ടർ മനസ്സിൽ പറയുകയാണ്, എൻ്റെ മനസ്സിൽ പറയുകയാണ്, ഇയാൾക്ക് ആംബ്രാഗ്രീസിയ വേണം. ഓൾട്ടർനേഷൻ ഓഫ് ഡിപ്രഷൻ ഓഫ് സ്പിരിറ്റ്സ് വിത്ത് വീമെൻസ് ഓഫ് ടെമ്പർ ഈസ് അനദർ ഫീച്ചർ. അപ്പോൾ മനസ്സിൻ്റെ ഒരു അവസ്ഥ ഒരു സമയത്ത് വല്ലാതെ ഉന്മേഷഭരിതമായിരിക്കുന്നു, ഉത്സാഹത്തോടെ ഇരിക്കുന്നു. അടുത്ത സമയത്ത് അത് നേരെ ഒരുതരം മാന്യത്തിലേക്ക് പോകുന്നു, ഒരു വിഷാദാവസ്ഥയിലേക്ക് പോകുന്നു. ഇതും വാർദ്ധക്യമുള്ളവർ കാണുന്നതാണ്. ചിലപ്പോൾ വളരെ ഉന്മേഷത്തോടെ കാണും, സംസാരിക്കും. അടുത്ത നിമിഷം അവർ
വല്ലാതെ വിഷാദിച്ചിരിക്കും. ദാറ്റ് നാച്ചുറലി ബിലോങ്സ് ടു ഓൾഡ് ഏജ്. എ പീരീഡ് ഓഫ് ഗ്രേറ്റസ്റ്റ് എക്സൈറ്റബിലിറ്റി ഈസ് ഓഫൻ ഫോളോഡ് ബൈ ഡിപ്രഷൻ, എ സ്റ്റേറ്റ് ഓഫ് ഇൻഡിഫറൻസ് ടു ഓൾ തിങ്സ്. അപ്പോൾ ഈ ഡിപ്രഷൻ്റെ അവസ്ഥയിൽ ഒന്നിനോടൊരു മമതയില്ല, ഒരു ഇൻഡിഫറൻസ്, ഒരു നിർവികാരാവസ്ഥ. ഇപ്പം എന്തിനോടൊക്കെ എനിക്ക് ജോയ്, ആനന്ദത്തോട് താല്പര്യമില്ല, ടു ഗ്രീഫ്, ദുഃഖത്തോട് ഒരു പ്രതികരണമില്ല, ടു പീപ്പിൾ, വ്യക്തികളോട് എല്ലാത്തിനോടും ഇൻഡിഫറൻസ്. ട്രീറ്റിംഗ് വിത്ത് ഇൻഡിഫറൻസ് തിങ്സ് ദാറ്റ് വുഡ് നാച്ചുറലി ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് എ വെൽ ബാലൻസ്ഡ് പേഴ്സൺ. ഒരു സമനില പാലിക്കുന്ന ഒരാളുടെ ഹൃദയത്തെ തകർക്കുന്ന സംഭവങ്ങൾ, വിവരങ്ങൾ ഈ ഒരു ഇൻഡിഫറൻറ്റ് പേഴ്സണിനെ ബാധിക്കുകയില്ല. അതാണ് ഇൻഡിഫറൻസിൻ്റെ ഒരു മൂർത്തമായൊരവസ്ഥ. ഹൃദയഭേദമായ സംഭവങ്ങൾ പോലും ആളെ ബാധിക്കുന്നില്ല, ഒരു കല്ല് പോലെ ഇരിക്കുന്നു. ഹീ ഡസ് നോട്ട് ഈവൻ വണ്ടർ വൈ ഹീ ഈസ് നോട്ട് എക്സൈറ്റഡ് ഓവർ ദീസ് വണ്ടർഫുൾ തിങ്സ്. കേട്ടോ, അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് താൻ എന്തുകൊണ്ട് അത്ഭുതപ്പെടുന്നില്ല എന്ന് അയാൾ ചിന്തിക്കും. അപ്പം അയാളുടെ ആ ഒരു സ്വന്തം മനസ്സിൻ്റെ ആ ഒരു നിർവികാരാവസ്ഥയെ ഒന്ന് മാറുമെന്ന് കാണാൻ പോലും അയാൾക്ക് പറ്റുന്നു. എന്തുകൊണ്ട് താൻ അത്ഭുതപ്പെടുന്നില്ല, എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നില്ല. സോ ഡിസൈഡഡ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഇൻഡിഫറൻസ്. ആ ഒരു ഇൻഡിഫറൻസിൻ്റെ ഒരു അവസ്ഥ, ഒരു നിർവികാരമായൊരവസ്ഥ, മമതയില്ലായ്മ അത്രക്ക് സുനിശ്ചിതമാണ്, അത്രക്ക് ഉറച്ചതാണ്. മെനി ഓഫ് ദ കംപ്ലൈൻറ്റ്സ് ആർ വേഴ്സ് ഇൻ ദ മോർണിംഗ്. വേഴ്സ് ഇൻ ദ മോർണിംഗ് ഇറ്റാലിക്സിലാണ്. ഇത്തരം പല മാനസിക പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പ്രഭാതത്തിലാണ് മോശമായിരിക്കുന്നത്. ഹി ഗെറ്റ്സ് അപ്പ് വിത്ത് കൺഫ്യൂഷൻ ആൻഡ് ഡൾനെസ് ഓഫ് മൈൻഡ് ആൻഡ് ഈസ് ഇൻ എ ഡ്രീമി സ്റ്റേറ്റ് ആൻഡ് ടുവേർഡ്സ് ഈവനിങ് ഹി ടേക്സ് ഓൺ സിംറ്റംസ് ഓഫ് ഇൻസാനിറ്റി. അപ്പോൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആശയക്കുഴപ്പമായിട്ടും ഒരു മാന്യത്തിലും, മനസ്സിൻ്റെ മാന്യത്തിലും ഉണർന്നെഴുന്നേൽക്കുന്നു. ഒരു സ്വപ്നതുല്യമായ അവസ്ഥയിൽ, സ്വപ്നത്തിലെന്ന പോലെ ഇരിക്കുന്നു. സായനത്തിലേക്ക് മുമ്പ് അതൊരു തരം മനോവിഭ്രാന്തിയുടെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ വാർദ്ധക്യത്തിൽ പലരും മാനസിക പ്രശ്നങ്ങൾ കാണിക്കും, മനോവിഭ്രാന്തിയുടെ അവസ്ഥകൾ കാണിക്കും. വളരെ ജീവിതത്തിൽ വളരെ നോർമലായിരുന്ന മനുഷ്യർ പോലും ഭ്രാന്തി കാണിക്കും. അപ്പോൾ അത്തരം അവസ്ഥകൾ കവർ ചെയ്യുന്ന ഔഷധങ്ങളിലൊന്നാണ് ആംബ്രാഗ്രീസിയ. അത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ മോശമാകുന്നു. ആംബ്ര ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻഡിക്കേറ്റഡ് മെഡിസിൻ സിമ്പിൾ നോൺ ഡിസ്ക്രിപ്റ്റ് വെർട്ടിഗോ ഓഫ് ഓൾഡ് മെൻ. വളരെ ലളിതമായത്, എന്നാൽ ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള, സാധാരണ നമ്മൾ തലകറക്കം എന്ന് പറയുന്നതല്ല, ഇത് വ്യത്യസ്തമായിരിക്കാം. അങ്ങനത്തെയായിട്ടുള്ള തലകറക്കം, അതിന് വൃദ്ധരിൽ കാണുന്ന ആ തലകറക്കത്തിന് ഏറ്റവും കൂടുതൽ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഔഷധങ്ങളൊന്നാണ് ആംബ്രാഗ്രീസിയ. സോ ഡിസി ദാറ്റ് ദേ കനോട്ട് ഗോ ഔട്ട് ഓൺ ദ സ്ട്രീറ്റ്. അവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ല, അപ്പോൾ തലകറക്കം. അപ്പോൾ നേരത്തെ ഉണ്ടാകാത്ത തരത്തിലായിരിക്കും പുതിയ തരത്തിൽ തലകറക്കം വരുന്നത്. അപ്പോൾ എങ്ങനെ തലകറക്കം വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ല. സോ ഡിസി അപ്പോൺ ഗെറ്റിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ് ദാറ്റ് ദേ മസ്റ്റ് വെയിറ്റ് എ വൈൽ അണ്ടിൽ ദേ ക്യാൻ ഗെറ്റ് അറൗണ്ട് ഓൺ ദെയർ ഫീറ്റ്. രാവിലെ എഴുന്നേറ്റ് നിൽക്കാൻ, ഒന്ന് ടോയ്ലറ്റിലേക്കോ മറ്റൊക്കെ പോകാൻ വേണ്ടി കുറച്ചു നേരം കാത്തു നിൽക്കണം. സ്വന്തം കാലം നിൽക്കുന്നത് ഒരു സ്റ്റേബിൾ ആവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അത്രക്കൊരു മാന്യത്തിലാണ്. ഇറ്റ് ഈസ് ദ ഡിസീനസ് ബിലോങ് ടു സെനിലിറ്റി ആൻഡ് പ്രിമച്ചുർ ഓൾഡ് ഏജ്. വാർദ്ധക്യത്തോടും അകാല വാർദ്ധക്യത്തോടും ചേർന്ന് വരുന്ന ഒരു തരം മന്ദിപ്പാണത്. നൗ വെൻ ദിസ് മാൻ അണ്ടർടേക്സ് ടു മെഡിറ്റേറ്റ് അപ്പോൺ സംതിങ് ഹിസ് ഐഡിയാസ് ആർ വിസ്ക്ഡ് അവേ. ഇങ്ങനത്തെ ഒരാൾ വാർദ്ധക്യത്തിലോ അകാല വാർദ്ധക്യത്തിലോ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറ്റില്ല. ചിന്തകൾ അങ്ങനെ നിർത്താൻ പറ്റില്ല. ആശയങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു. ഇറ്റ് ഇസ് സോർട്ട് ഓഫ് കൺഫ്യൂഷൻ വിത്ത് വാനിഷിങ് ഓഫ് ഐഡിയാസ്. വാനിഷിങ് ഓഫ് ഐഡിയാസ് ഇറ്റാലിക്സാണ്. ഒരുതരം ആശയക്കുഴപ്പമാണ്. അതേസമയം ആശയക്കുഴപ്പം പലതരത്തിലാകാം, പലതരം ആശയങ്ങൾ കൂടിക്കുഴയാം. ഇവിടെ വാനിഷിങ് ഓഫ് ഐഡിയാസ്, ആശയങ്ങൾ വന്നിട്ട് അത് മാഞ്ഞു പോകുന്നു, ശൂന്യമായി പോകുന്നു. ഒരാശയം വരുന്നു, അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് മാഞ്ഞു പോകുന്നു. വാനിഷിങ് ഓഫ് ഐഡിയാസ് ഇറ്റാലിക്സാണ്. He has to make an unusual effort a few times to bring his thoughts back to the place before he can concentrate the mind to meditate upon some idea. അപ്പോൾ ഒരു ആശയത്തെക്കുറിച്ച് അയാൾക്ക് ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അയാൾ പല തവണ ശ്രമിച്ച് ചിന്തകളെ ബലമായി പിടിച്ച്
അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഉറപ്പിച്ച് നിർത്തണം, എഫർട്ട് എടുക്കണം. ബട്ട് വൈൽ കോൺസെൻട്രേഷൻ ഓഫ് മൈൻഡ് ഈസ് ഡിഫിക്കൽട്ട്, he is compelled to sit and dwell upon the most disagreeable things that force themselves upon him and he cannot get rid of them. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഇയാൾ പ്രയാസപ്പെടുമ്പോൾ അത് വലിയ പ്രയാസകരമായൊരു കാര്യമായിരിക്കെ തന്നെ അയാൾ മറ്റൊന്നിനോട് നിർബന്ധിക്കപ്പെടുന്നുണ്ട്. എന്താണ്? ഇരുന്നിട്ട് അയാൾക്ക് ഒട്ടും യോജിക്കാത്ത, ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അയാൾ നിർബന്ധിതരായിത്തീരുന്നു. ആവശ്യമുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രയാസപ്പെടുന്നു, ഇഷ്ടമില്ലാത്ത, ഒട്ടും യോജിക്കാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ആ ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യം, വല്ലാതെ കുഴപ്പിക്കുന്ന വൈരുദ്ധ്യം. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ഇറ്റാലിക്സിലാണ്. അപ്പോൾ ആ ചിന്തകൾ കളയാൻ വേണ്ടി അയാൾ കുറേ ശ്രമിക്കേണ്ടി വരും. ഇത് സംവാട്ട് അനലോഗസ് ടു നാട്രമ്യൂർ. ഇത് നാട്രമ്യൂറിനോട് ഏതാണ്ടൊക്കെ ചേർന്ന് വരും. നാട്രമ്യൂറിന് ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം പറയുന്നുണ്ട്. ബട്ട് ദ പെക്യുലർ ഫീച്ചർ ഓഫ് നാട്രമ്യൂർ ഈസ് ദാറ്റ് she delays to dwell upon past unpleasant occurrences and lies awake at night thinking about them. നാട്രമ്യൂറിൽ പഴയ ഇഷ്ടപ്പെടാത്ത അനിഷ്ടകരമായ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് രാത്രി ഉണർന്നിരിക്കുമ്പോൾ അതൊരു ആനന്ദം അനുഭവിക്കുന്നുണ്ട് നാട്രമ്യൂർ പേഷ്യൻ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആംബ്രാഗ്രീസ് ഈസ് ഫോഴ്സ്ഡ് ടു ഡ്വെൽ അപ്പോൺ സച്ച് തിങ്സ്. അവിടെ സ്വയം അതിൽ ആനന്ദിക്കുകയാണ്. അൺപ്ലസൻ്റ് ആണെങ്കിലും പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട്, വലിയ ആനന്ദമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നല്ലതല്ലാത്ത, സന്തോഷകരമല്ലാത്ത പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ആംബ്രാഗ്രീസിയ പേഷ്യൻസ്. അതാണ് നാട്രമ്യൂർ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ പ്രതികരണം രണ്ടും രണ്ട് തരത്തിലാണ്. ഫോഴ്സ് ഫേസസ്, ഹീഡിയസ് ഇമാജിനേഷൻസ്, ഫാൻസീസ് ആൻഡ് വിഷൻസ് അനോയ് ഹിം ആൻഡ് കീപ് ഹിം അവെയ്ക്ക്. ആ ഉണർന്നിരിക്കുന്നതിന് കാരണം ഒന്നും വിശദീകരിച്ച് പറയാണ്. പലതരം രൂപങ്ങൾ, തെറ്റായ മുഖങ്ങൾ, ശരിയായ അറിയാവുന്ന മുഖങ്ങളല്ല, കപടമുഖങ്ങൾ, വളരെ നിഗൂഢമായ സങ്കല്പങ്ങൾ, മനോവ്യാപാരങ്ങൾ, മനസ്സിൻ്റെ സാങ്കല്പിക ലോകത്തിലെ ചിന്തകൾ, ദർശനങ്ങൾ, ഇതെല്ലാം അയാളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്കതൊരു ഡിലൈറ്റ് ഒന്നുമില്ല, അതിലൊരു ആനന്ദമൊന്നും അയാൾ അനുഭവിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. അയാളെ ബുദ്ധിമുട്ടിക്കുകയും അയാളെ ഉറങ്ങാൻ അനുവദിക്കാതെ അയാളെ ഉണർന്നിരുന്ന് ഒരു ക്ഷീണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ദ സെമി ഡ്രീമി സ്റ്റേറ്റ് ഹീസ് കെപ്റ്റ് ഹോൾഡിങ് അപ്പ് ബിഫോർ ഹിസ് മൈൻഡ് ദീസ് ഗ്രിമേസസ്. അപ്പോൾ ഈ ഒരു അർദ്ധ സ്വപ്ന അവസ്ഥയിൽ, സ്വപ്നമാണോ തളർച്ചയാണോ ഉണർവാണോ വാർദ്ധക്യത്തിൽ കാണുന്നതാണ് ഈ സെമി ഡ്രീമി സ്റ്റേറ്റ്. ആ അവസ്ഥയിൽ അയാൾ തൻ്റെ ഈ ഇത്തരം ഇഷ്ടപ്പെടാത്ത സങ്കല്പങ്ങൾ, ഇഷ്ടപ്പെടാത്ത ദർശനങ്ങൾ, ആ ദർശനം, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കാൻ, അതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ അയാൾ നിർബന്ധിതരാകുകയാണ്. ഈ കാര്യത്തിലാണ് നാട്രമ്യൂറുമായിട്ട് ഒരു വിയോജിപ്പുള്ളത്. നാട്രമ്യൂർ ഇത്തരം കാര്യങ്ങളിൽ സന്തോഷിക്കുന്നു. സച്ച് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മേ കം ഓൺ ഫ്രം ബിസിനസ് എംബ്രേസ്മെൻറ്റ്സ് വിത്ത് വെർട്ടിഗോ, കൺജഷൻ ടു ദ ഹെഡ് ആൻഡ് ബ്രെയിൻ ഫാഗ്. അപ്പോൾ ഒരു ബിസിനസ് എംബ്രേസ്മെൻറ്റ്, അയാളുടെ തൊഴിൽ മണ്ഡലത്തിൽ, അയാളുടെ വ്യാപാരത്തിൻ്റെ മണ്ഡലത്തിൽ, കർമ്മമണ്ഡലത്തിലുണ്ടാകുന്ന അയാൾക്കുണ്ടാകുന്ന തിരിച്ചടികൾ, അയാൾക്കുണ്ടാകുന്ന ഒരു പരിഭ്രാന്തികൾ, തകർച്ചകളുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത്തരം അവസ്ഥകളിൽ നിന്നും അയാൾക്ക് ഈ ഒരു സ്ഥിതിയിലേക്ക്, ആംബ്രാഗ്രീസിയയുടെ ഈ ഒരു സ്ഥിതിയിലേക്ക് വരാം. അപ്പോൾ അതിനോടനുബന്ധമായി തലകറക്കം, തലയിലേക്ക് ചോര ഇരച്ചു കയറുന്നൊരവസ്ഥ, തലച്ചോറ് ആകെ മന്ദീഭവിച്ചു പോയൊരവസ്ഥ, ഇതുമൊക്കെ വരാം. അപ്പോൾ വൃദ്ധരല്ലാത്തവരിൽ പല സാഹചര്യങ്ങളിലും വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ, വളരെ ടിപ്പിക്കലായ പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അവിടെ വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധമാണ് ആംബ്രാഗ്രീസിയ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഇതേപോലെ തന്നെ വിലപ്പെട്ട നിരവധി വിവരങ്ങൾ കെൻറ്റ് തുടർന്ന് തരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.